കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. കഴിഞ്ഞ ദിവസം മലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് TK കോളനി ചാക്കോച്ചൻ റോഡ് പ്രദേശം മലവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ചു. മഴയെ തുടർന്ന് പ്രദേശത്തിന്റെ ഇരുവശങ്ങളിലൂടെയും ഒഴുകുന്ന തോടുകളിൽ മലവെള്ളം കുത്തിയൊലിച്ച് തോടിന്റെ ഗതി മാറിയതോടെയാണ് ചാക്കോച്ചൻ കോളനിയിലെ 18ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായത്. വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് വില്ലേജ് അധികൃതരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്ക് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ ശനിയാഴ്ച രാത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. മലവെള്ളത്തിന്റെ തീവ്രതയെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ വരെ പ്രദേശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം റഹിയാനത്ത് കുറുമാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കേമ്പിൾ രവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമീർ വള്ളിക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ P. പ്രകാശൻ, അമൽ വിജയൻ, VK ബാലസുബ്രഹ്മണ്യൻ, ജോബിൻ തോമസ് എന്നിവരും MP ഷബീർ, ഖാദർ കൂത്രാടാൻ, സഫ്വാൻ ഇല്ലിക്കൽ, ഫവാസ് ചുള്ളിയുടെ എന്നിവരും പ്രദേശം സന്ദർശിച്ച് നാട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്തിന്റെ ഭൗതിക സാഹചര്യം നേരിൽ വിലയിരുത്തിയ ജനപ്രതിനിധികൾ ഭാവിയിൽ മഴക്കാലത്ത് പ്രദേശം ഒറ്റപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സ്ഥിരം പരിഹാരം ലക്ഷ്യമിട്ട് അടുത്ത പദ്ധതി രൂപീകരണത്തിൽ ആവശ്യമായ പദ്ധതികൾ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു കേസ് തന്നെയാണ്. രാവിലെ ഖാദറും ബാലനും ജോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഭയാനകമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളപ്പോൾ തന്നെ അടിയന്തരമായ DFO, തഹസിൽദാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ബന്ധപ്പെട്ട് അവരെല്ലാവരോട് വന്ന് രാവിലെ നോക്കിപ്പോയി വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിലും വലിയൊരു മഴ പെയ്താൽ ഇതിലും വലിയൊരു ആപത്തുകൾ വരും. അപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹിയാനത്ത് കുറുമാടൻ പറഞ്ഞതുപോലെ അവരെ കോൺട്രിബ്യൂഷനും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷനും ഗ്രാമപഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷനും ഒക്കെ ചെയ്തെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് 10-12ഓളം കുടുംബങ്ങൾ വരും. ആ കുടുംബങ്ങൾക്കൊരു സുരക്ഷിത്വം നൽകാൻ ഞങ്ങളുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അത് അമീർ വള്ളിക്കാടന്റെ ഡിവിഷൻ കൂടിയാണ്. ആ അമീറിന്റെ ഒരു ഫണ്ടും എന്നെക്കൊണ്ട് കഴിയാവുന്നൊക്കെ ഞാനും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. എന്തായാലും ഇത്തരത്തിൽ നമ്മൾ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്നതാണ്. ഏതായാലും ഈ ഒരു പ്രയാസം ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലാണ്. അപ്പോൾ അവരുടെ പ്രയാസം പരിഹരിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്. എല്ലാവരും കൂടിക്കൊണ്ട് ഇനിയിപ്പോൾ MLA-യോടാണെങ്കിലും ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.